നിന്നെ അറിയുന്ന, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്ക് ഉണ്ട്. നമ്മുടെ പലരുടെയും സങ്കടം എന്ന് പറയുന്നത്, എന്നെ ആരും അറിയുന്നില്ല, എന്റെ വിഷമങ്ങൾ ആർക്കും മനസ്സിലാവുന്നില്ല. നമ്മുടെയൊക്കെ വീടുകളിലുള്ള മിക്കവാറും നമ്മുടെ യുദ്ധങ്ങളും തർക്കങ്ങളും വഴക്കുകളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? എന്നെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ, എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എന്നിട്ട് നമ്മൾ ചോദിക്കത്തില്ലേ, എന്റെ സ്ഥാനത്താണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ എന്നിങ്ങനെ നമ്മൾ പലതും പറയും. അർത്ഥം എന്താണ്? എന്റെ അവസ്ഥ കൂടെയുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. എത്ര ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നുവെന്ന് നമ്മൾ അവകാശപ്പെടുന്ന വ്യക്തിക്കും നമ്മൾ മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് തിരുഹൃദയം നിന്നോട് പറയുന്നത്, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ എനിക്ക് നന്നായി അറിയാം. നിന്റെ ജീവിതത്തെ, നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയെ നിന്റെ ദൈവത്തിന് നന്നായി അറിയാം. തിരുഹൃദയം നമ്മളെ ക്ഷണിക്കുന്നത് എന്തിനാ? നമ്മുടെ പൊട്ടിത്തകർന്ന മുറിവേറ്റ ഹൃദയത്തെ തിരുഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ ആ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയിറങ്ങുന്ന തിരുരക്തവും തിരുജലവും നിന്റെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തും. എന്റെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തും, നമ്മുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തും. സങ്കീർത്തനം 147 വചനം 3. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ, എങ്ങനെയുള്ളവരാണ്? ഹൃദയം തകർന്നവരെ. ഹൃദയം തകരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയം തകരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണ്. ഹാർട്ട് ഈക്വൽ ടു ലവ്. അപ്പൊ ഹൃദയം തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു തകരുക? സ്നേഹം തകരുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് ഈ സ്നേഹത്തിന്റെ തകർച്ചയാണ്. ഈശോയുടെ ഹൃദയം സ്നേഹത്തിന്റെ മിടിക്കുന്ന ഹൃദയം. നമ്മളോട് പറയാണ്, നിന്റെ ഹൃദയത്തിന്റെ മുറിവുകൾ, നിന്റെ ഹൃദയത്തിന്റെ തകർച്ചകൾ ഇതാ ഈശോ മിടിക്കുന്ന ഹൃദയത്തോട് പറയുന്നു, ഇതാ സൗഖ്യമാണ്. നിന്റെ ഹൃദയത്തിന്റെ മുറിവുകൾ യേശുവിനോട് ചേർത്ത് വെക്കുമ്പോൾ നീ സ്വീകരിക്കുന്നത് സൗഖ്യമാണ്. ഇത് ഈ നാളുകളിൽ നമുക്ക് ഈശോ നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്. നിന്റെ ഉള്ളിൽ എത്ര വലിയ മുറിവുകളുണ്ടെങ്കിലും, എത്ര വലിയ സങ്കടങ്ങളുണ്ടെങ്കിലും ആ മുറിവുകൾക്കും സങ്കടങ്ങൾക്കും ഉത്തരമുണ്ട്. പരിശുദ്ധ അൽത്താരയിൽ ഉത്തരമുണ്ട്.